ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മലയൻകീഴ് CSI ചർച്ചിനകത്താണ്. അപ്പോൾ ഇവിടെ 22-ാം തീയതി തുടങ്ങി ജനുവരി 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷൻ. ഇന്നലെ മുതൽ തന്നെ ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 6:30 മുതലാണ് നമുക്ക് കയറി കാണാനുള്ള അവസരം വരുന്നത്. 11 മണി വരെ ടൈമുണ്ട്. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരു ടിക്കറ്റിന് 70 രൂപയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. പിന്നെ നിങ്ങളെല്ലാവരും നേരിട്ട് വന്ന് കാണുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് 120 അടി പൊക്കമുള്ള സ്റ്റാറുണ്ട്. അത് ഈ വീഡിയോയിലുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, പുൽക്കൂട്, അങ്ങനെ സെൽഫി പോയിന്റൊക്കെ ഒരുപാടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടറിയാം. ഇവിടെ മുഴുവൻ ലൈറ്റ്, ഇതിന് ചുറ്റുപാടുന്നത് കഴിഞ്ഞാൽ നിറയെ ലൈറ്റാണ്. അത് അങ്ങ് അവിടെയാണ് ആ സ്റ്റാർ നിൽക്കുന്നത്. മുഴുവൻ ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡും അതുപോലെ നിറയെ ലൈറ്റുകൾ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ള വിശേഷമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോട്ടോ. എല്ലാ വർഷവും മലയൻകീഴ് കാർണിവൽ വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത്. 2024-ലും അതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, കുറച്ചുകൂടി വിപുലമായതേ ഉള്ളൂ. 2024 ഡിസംബർ 22 മുതൽ 2025 ജനുവരി 1 വരെയാണ് മലയൻകീഴ് കാർണിവൽ നടക്കുന്നത്. ടിക്കറ്റ് മുഖേനയാണ് പ്രവേശനം. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 70 രൂപ കൊടുത്ത് കാണാനായിട്ടുണ്ട്. ഫാമിലിയോടും കുട്ടികളോടും ഒക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ക്രിസ്മസും പുതുവത്സരവും ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാം. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കണ്ട സ്റ്റാർ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ എന്നാണ് പറയുന്നത്. 120 അടിയാണ് ഈ സ്റ്റാറിൻ്റെ ഉയരം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയും മറ്റും കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. വളരെ മനോഹരമായിട്ട് ഉള്ള സ്ഥലങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ അതിലും മനോഹരമായിട്ട് പുൽക്കൂടുകളും അതുപോലെ തന്നെ ഒരു തെരുവ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആടും കഴുതയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അവർ ആ കാമ്പൗണ്ട് വലിയൊരു കാമ്പൗണ്ടാണ്. അവിടെ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നതെല്ലാം. ഒരു പുൽക്കൂട് വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വാട്ടർ ഫൗണ്ടേഷൻ കാണാൻ പറ്റും. ആടും കഴുതയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതിന് അനുസരിച്ച് തന്നെ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴികളിലും ഇതുപോലെ മനോഹരമായിട്ട് എല്ലാ സ്ഥലങ്ങളും ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വെറും 20 രൂപ കൊടുത്ത് ലേസർ ഷോ കാണാൻ പറ്റും കേട്ടോ. ഒരു റൂമിനകത്താണ്. കൊള്ളാം, അടിപൊളിയാണ്. 20 രൂപ കൊടുത്ത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. ലേസർ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അസ്ഥികൂടവും അതുപോലെ തന്നെ അസ്ഥികളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ പല ഭാഗങ്ങളും അതിൻ്റെ ഒറിജിനൽ അത് എങ്ങനെയാണ് എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ മേളയിലും കാണുന്നത് പോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ വാഹനങ്ങളുടെ പ്രദർശനവും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ സ്നാക്സും കുടിക്കാനൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മരത്തിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ കണ്ടതിലും ഒരു വളരെ വലിയൊരു വാട്ടർ ഫൗണ്ടേഷൻ ഇങ്ങ് മുകളിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും വെറൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യങ്ങളിലും വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ ബലൂണ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബെല്ലോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ബലൂൺ, അത് ലൈറ്റ് വച്ച് ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ഫോട്ടോ സെക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലങ്ങൾ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വരുന്ന ആൾക്കാരെല്ലാം അതിനനുസരിച്ച് എവിടെ നിന്ന് വേണോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടത്തിലാണ് എല്ലാവരും വരുന്നത്. അതുപോലെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു വലിയൊരു ട്രീ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ട്രീ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. മേളയിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് അക്വാ പെറ്റ് ഷോ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ ടിക്കറ്റൊന്നും എടുക്കണ്ട. ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും അതുപോലെ മത്സ്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇഗ്വാനകൾ, അതുപോലെ തന്നെ മീനിൻ്റെ പല പല വെറൈറ്റികൾ, കോഴികളുടെ പല വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഏകദേശം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ കാണാൻ പറ്റും കേട്ടോ. ഒരു ടാങ്കിനകത്ത് കുറേ മീനും അതുപോലെ
ഒരു പൂച്ചക്കുഞ്ഞും കൂടെ. അപ്പോൾ അത് ആ സെക്ഷനിൽ വന്നാൽ എന്തായിരുന്നാലും ഒരാൾ ഒരു 5 സെക്കൻഡെങ്കിലും അവിടെ നോക്കി നിന്നിട്ടേ പോകത്തുള്ളൂ. അതൊരു വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഇതാണ് സംഭവം കേട്ടോ. മീനും പൂച്ചയും കൂടെ ഒരൊറ്റ ടാങ്കിൽ കൊള്ളാമല്ലേ ഇത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പള്ളിമുറ്റത്തേക്ക് എത്തുകയാണ്. അവിടെ ഒന്നും പറയാനില്ല, ഒരു ലൈറ്റ് ഷോ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രീയും അതുപോലെ തന്നെ ചെടികളിലൊക്കെ, അത് ചെടിയാണ് ലൈറ്റായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണക്കിന് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതാണ് കേട്ടോ പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ. വലിയ സ്റ്റാർ, എന്ത് വലിയൊരു സ്റ്റാറാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും. പള്ളിയുടെ ഒരു സൈഡിലാണ് കേട്ടോ ഇത്രമാത്രം ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൊള്ളാം, കുറേ വെറൈറ്റി ഉള്ളതായിരുന്നു, നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് തന്നെ കാണാൻ നോക്കുക കേട്ടോ. വീഡിയോ കണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ ഇവിടെ ഒട്ടക സവാരിയും കുതിര സവാരിയൊക്കെ ഉണ്ട്. ഒട്ടക സവാരി ആളിന് ഒന്നിന് 100 രൂപയും കുതിര സവാരി 50 രൂപയാണ് റേറ്റ് വരുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, അതും കൊള്ളാം. പിന്നെ ഇവിടെ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ സൂര്യകാന്തി പാടം. തെർമോകോളോ അതുപോലെ എന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സൂര്യകാന്തി പാടം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേളയിൽ കാണുന്ന സ്ഥിരം കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, ഫാൻസി ഐറ്റംസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ. എല്ലാ മേളയിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. അതും ഇവിടെ വളരെ വിശാലമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ദൂരം നടന്നും കണ്ടും കേട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഫുഡ് കോർട്ടും ഉണ്ട്. ആവശ്യത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് കോർട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, മലയൻകീഴ് ഫെസ്റ്റ് 1.5 ഐറ്റം തന്നെയാണ്. വെറും 70 രൂപയാണ് ആൾക്കൊന്നിന് ടിക്കറ്റ്. എന്തായിരുന്നാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മുതലാക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അത്രമേൽ ഇവിടെ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫാമിലിയോടൊപ്പം ഇങ്ങോട്ട് പോന്നോളൂ. ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.